Hey guys! ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹിന്ദു ഗൗഡ സാരസ്വത് ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയുടെ വിശേഷ ദിവസങ്ങളിൽ മാത്രം ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിന്റെ പേരെന്താണെന്നല്ലേ? മലയാളത്തിൽ അതിന്റെ പേര് നമുക്കിപ്പോ ഒരു പേരിടാം, പ്ലാവില ഇഡ്ലി. ഇതിന് കൊങ്കണി ഭാഷയില് ഇട്ടു എന്നാണ് പറയാ. പ്ലാവലയിൽ ഉണ്ടാക്കുന്ന ഒരു ഡിഷ് ആയതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇതിന് മലയാളത്തിൽ പ്ലാവില ഇഡ്ലി എന്ന് ഞാനിട്ട പേരാണ്. ഇതിന് മലയാളത്തിൽ പേരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് അതിന്റെ പേരറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യണം. അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ ഇട്ടു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് പ്ലാവില വേണം. ഒരേ സൈസിലുള്ള 4 പ്ലാവിലകളാണ് വേണ്ടുന്നത്. കാണാമോ? നല്ല പ്ലാവില കഴുകി തുടച്ചു വെച്ചിരിക്കുന്നതാണിത്. പ്ലാവില ഒരേ സൈസിലുള്ള 4 എണ്ണം വേണം. പിന്നെ ഈർക്കിലി, ഇതുകൊണ്ട് ഒരു കൊട്ട പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു പാത്രം പോലെ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് പിൻ ചെയ്ത് പ്ലാവില എല്ലാം യോജിപ്പിച്ച് പിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പച്ച ഈർക്കിലിയാണ് വേണ്ടുന്നത്. പച്ച ഈർക്കിലി എന്നാ ചെയ്യണം എന്ന് വെച്ചാൽ ഇങ്ങനെ നടുവേ കീറണം. കണ്ടോ? ഇങ്ങനെ നടുവേ കീറണം. ഒരു ഈർക്കിലിയാണിത്. ഒരു ഈർക്കിലി ഇങ്ങനെ നടുവേ കീറിയതാണിത്. കണ്ടോ? എന്നിട്ട് ഇത് പീസ് ബൈ പീസായിട്ട് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നന്നായിട്ട് നമ്മൾ കഴുകി തുടച്ചു വെച്ച 2 ഇല എടുത്തിട്ടുണ്ട്. അത് തിരിച്ചു പിടിച്ചിട്ട് തിരിച്ചു വെച്ചിട്ട് ഇത് ഈർക്കിലി കൊണ്ട് പിൻ ചെയ്യണം. ഇതാ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേ കണ്ടോ? ഇതുപോലെ പിൻ ചെയ്തെടുക്കണം. ഇതാണ് ഷാർപ്പ് എഡ്ജായിട്ടുള്ള പിൻ ആയതുകൊണ്ട്, ഈർക്കിലി ആയതുകൊണ്ട് പിയേഴ്സ് ചെയ്ത് കയറാൻ എളുപ്പമായിരിക്കും. അതുപോലെ നമ്മളുടെ ഇല കീറിപ്പോത്തില്ല. വെച്ചോപ്പോ ഇല തിരിച്ചു പിടിക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത ഇല ഇതിന്റെ മീതെയാണ് വെക്കുന്നത്, മേലെയാണ് വെക്കുന്നത്. കണ്ടോ? എന്നിട്ട് അതുപോലെ തന്നെ പിൻ ചെയ്യണം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരേ സൈസിലുള്ള ഇല എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്ന്. അല്ലെങ്കിൽ പല സൈസ് ആവുന്നുണ്ടെങ്കിൽ ഇത് കൊട്ടയാക്കുന്ന ഉടനെ അതിന്റെ ഷേപ്പിൽ വ്യത്യാസം വരും, അതിന്റെ ആ ഒരു സൈസിൽ വ്യത്യാസം വരും. ഇനി 4ാമത്തെ ഇല ഇതിന്റെ മീതെ വെച്ചിട്ട് ഒരു പിൻ ചെയ്യണം. കണ്ടോ? അപ്പൊ നമ്മളുടെ ഇല നന്നായിട്ട് പിൻ ആയിട്ടുണ്ട്. കണ്ടോ? ഇങ്ങനെയാണ് ഇതിന്റെ ബേസ് പോർഷൻ. ഇനി ഇത് മടക്കി ഇങ്ങനെ കൊട്ട പോലെ ആക്കിയെടുക്കും. അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ അച്ഛൻ കാണിക്കുന്ന പോലെ ഇത് പ്രത്യേകം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മളുടെ മാവ് പുറത്തു പോകാത്തോണം വേണം നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ? ഈ ഒരു പോർഷനിൽ നിന്ന് മാവ് പുറത്തു പോരുത്. അതുകൊണ്ട് നന്നായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കണം ഓരോ എഡ്ജസും. എന്നിട്ട് നമുക്ക് ഓരോ എഡ്ജസ് ഇങ്ങനെ കേർവ് ആയിട്ട് നല്ല ഷാർപ്പായിട്ട് നിന്നിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. കണ്ടോ? അപ്പൊ ഒരില കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിൽ കയറി. ഇത് ഇതിന്റെ മീതെ വന്നു, ഇതും ഇതിന്റെ മീതെയാണ് വരുന്നത്. ഈ കൊട്ട ഉണ്ടാക്കുന്നത് വളരെ ശ്രദ്ധിച്ചുണ്ടാക്കണം, ഇല്ലെങ്കിൽ മാവെല്ലാം നമുക്ക് പുറത്തു പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുണ്ടാക്കേണ്ട ഒരു പോർഷനാണ് ഇത്. ഈ ലാസ്റ്റ് ഇല ഈ പോർഷന്റെ ഉള്ളിലാണോ? ഉള്ളിലേക്ക്. നമ്മുടെ ഫൈനലായിട്ട് തുറന്നിരിക്കുന്ന ഭാഗം അതും അതുപോലെ നീറ്റായിട്ട് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. 1-2 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ആകും.
ആദ്യമൊക്കെ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടാവും, പിന്നെ നമുക്കങ്ങ് എക്സ്പീരിയൻസ് ആവും. ഇതാണ് നമ്മളുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഇത് കണ്ടോ, 4 സൈഡും നല്ലതുപോലെ കൊട്ട പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ വശത്തൂടെയാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനുള്ളിലേക്ക് മാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഇനി മാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഇനി നമ്മൾ പറയുന്നത് അതിന് വേണ്ടുന്ന മാവ്, അതിലൊഴിച്ച് പുഴുങ്ങിയെടുക്കാനുള്ള മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ്. 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന് എന്നുള്ള റേഷ്യോയിൽ തലേദിവസയെ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്ത് അരച്ചെടുക്കുന്നതാണ്. നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ, ഇഡ്ഡലി മാവ് തന്നെ നമ്മൾ അരച്ച് എടുത്ത് ഇഡ്ഡലി മാവ് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം. തലേ ദിവസത്തെ കുതിർത്ത് അരച്ചു വെച്ച മാവാണിത്. ഈ മാവിലേക്ക് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. എന്തൊക്കെയാണെന്ന് വെച്ചാൽ കറിവേപ്പില, ജീരകം, ഇഞ്ചിയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആ ഇഞ്ചിയും ആ ജീരകവും ആ കറിവേപ്പിലയൊക്കെ ഒന്ന് കടിക്കുമ്പോൾ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്. ഇച്ചിരി ഏറെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂടുതലും കുറവായിട്ട് ചേർക്കാം. ഉപ്പും ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. നമ്മളുടെ കൊട്ടയ്ക്കകത്ത് നമ്മൾ മാവ് നിറച്ചിട്ടുണ്ട്. 1/4 ഭാഗം മാത്രം മാവ് നിറച്ചാൽ മതി, കൂടുതൽ നിറയ്ക്കണ്ട. കൂടുതൽ നിറച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇഡ്ഡലി പൊങ്ങുന്നത് പോലെ നമ്മളുടെ ഈ ഇട്ടും പൊങ്ങി വരും. അതുകൊണ്ട് 1/4 നിറച്ചാൽ മതി. ഇതേ നോക്കൂ, ഇതിൻ്റെ ഇടയിലൂടെ ഒന്നും മാവ് പോകുന്നില്ല, കണ്ടോ? അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ വേണം നമ്മൾ ഇത് പിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്കിനി സ്റ്റീമറിൽ വെച്ച് പുഴുങ്ങിയെടുക്കണം. ഞാൻ ഇത് സ്റ്റീമറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബേസിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് പുഴുങ്ങിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് നോക്കാം. നന്നായിട്ട് സ്റ്റീം വന്നതിന് ശേഷം ഞാൻ തീ കുറച്ചിട്ട് ഇൻ ടോട്ടൽ ഒരു 15 മിനിറ്റ്സ് ആണ് ഞാൻ ഇതിന് വെച്ചിരുന്നത്, ഇത് വേവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ഒരു ഈർക്കിലി കൊണ്ട് കുത്തി നോക്കി, നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. അതാണ് അതിൻ്റെ സ്റ്റീമിങ് പ്രോസസ്സ്. അപ്പോൾ നമ്മുടെ ഇട്ടു ആയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളുടെ കളറ് മാറിയത് നോക്കാം, നല്ലൊരു ബ്രൗൺ നിറമായി. നമ്മളുടെ ഇലയൊക്കെ ഇതിൻ്റെ സത്തൊക്കെ നമ്മളുടെ ഇട്ടുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആക്ച്വലി അതുകൊണ്ടായിരിക്കണം നമ്മുടെ പഴമക്കാരൊക്കെ ഇത് ഭയങ്കര മെഡിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞ് ഇതൊക്കെ ഈ ഇലയിൽ ഒക്കെ പുഴുങ്ങിയെടുത്ത് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളുടെ ഇട്ടു നല്ലതായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഞാനൊരു സ്പൂണിട്ട് കുത്തി നോക്കി, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ആറിയതിന് ശേഷം ഞാനിത് ഓരോന്ന് നിങ്ങളെ അഴിച്ച് കാണിക്കാം. നമ്മൾ ഇതിൻ്റെ പിന്നൊക്കെ അഴിച്ച് മാറ്റാം. നമുക്ക് ഇതൊന്ന് ആറിയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നൊക്കെ അഴിച്ച് മാറ്റി തുറന്ന് കാണിക്കാം നിങ്ങളെ. കണ്ടോ എന്ത് നന്നായിട്ട് തുറന്നു വരുന്നു എന്ന്. പിന്നെ നമ്മൾ ഇതാണ് വെച്ചിരുന്നത്. നോക്കിക്കേ, ആ ഒരു ഇലയുടെ ആ ഒരു ലൈനൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇട്ടു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കേണ്ട വിധം ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചത് ഒരെണ്ണം ഉണ്ടാക്കുന്ന ഒരു ട്രയൽ വീഡിയോ ആണ്. ഇതുപോലെ നിങ്ങൾക്ക് 2-3 എണ്ണം പ്രഷർ കുക്കറിലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ചേന, കടല, മുരിങ്ങക്കോല് എന്നിവ ചേർത്തുള്ള തീയൽ, വറുത്തരച്ച തീയലും, പിന്നെ അതിനോടൊപ്പം തന്നെ ചേന വറുത്ത് മുളകരച്ച കറിയും ഒരു ലൂസ് ഗ്രേവി ആയിട്ടുള്ള ഒരു മുളക് കറിയുമായിട്ടാണ് ഇത് കഴിക്കാറ്. അത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ചട്നി, സാമ്പാർ എല്ലാത്തിൻ്റെയും കൂടെ ഇത് പോകും. ഈ ട്രഡീഷണൽ ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡു ഫോളോ. ബൈ.